കഴിഞ്ഞ ദിവസം നടി നിഖില വിമൽ ഒരു തമാശ പറഞ്ഞു. അതിപ്രകാരമാണ്: എനിക്ക് ചോറ് ഉണ്ടാക്കാൻ അറിയില്ല, പരിപ്പ് തിരിച്ചറിയാനും അറിയില്ല, ദോശയ്ക്കും അപ്പത്തിനുമൊക്കെ എത്ര അരിയും ഉഴുന്നും വേണമെന്ന് അറിയില്ല, ഓരോ മസാല പൊടിയും ഏതാണെന്ന് ചേച്ചിയോട് വിളിച്ച് ചോദിക്കും. അപ്പോൾ ഇതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. ഇന്നത്തെ കാലത്ത് ഭൂരിപക്ഷം ന്യൂ ജനറേഷൻ പെൺകുട്ടികൾക്കും ഇതുതന്നെയാണ് സ്ഥിതി. അവർക്ക് ഭക്ഷണം വെക്കാൻ അറിയില്ല, ഒരു ചായ വെക്കാൻ പോലും അറിയാത്ത പെൺകുട്ടികളുണ്ട്. കാരണം അവർക്ക് ഭക്ഷണം വെക്കേണ്ട ആവശ്യമില്ല, എല്ലാ അമ്മയാണ് തയ്യാറാക്കി കൊടുക്കുന്നത്. എല്ലാ അമ്മമാരും പെൺമക്കളോട് പറയുന്നത് നിങ്ങൾ പഠിച്ച് വലിയവരാകണം, അതുകൊണ്ട് അടുക്കളയിലൊന്നും നിൽക്കേണ്ട എന്നാണ് പറയുന്നത്. അതുകൊണ്ട് പെൺമക്കൾ അധികം പേര് ഫാസ്റ്റ് ഫുഡൊക്കെയാണ് കഴിക്കുന്നത്. അവർക്ക് വീട്ടിലെ പണി ചെയ്യാൻ അവർക്കറിയില്ല, വീട്ടിൽ എന്തൊക്കെ ഉണ്ടെന്നുള്ളത് അവർക്കറിയില്ല, അടുക്കളയിൽ എങ്ങനെ പെരുമാറണമെന്നുള്ളത് അറിയില്ല, മറ്റ് വ്യക്തികളോട് എങ്ങനെ പെരുമാറണമെന്നുള്ളത് അവർക്കറിയില്ല, ഭക്ഷണം എങ്ങനെ തയ്യാറാക്കണമെന്നുള്ളത് അവർക്കറിയില്ല, വീടെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണമെന്നുള്ളത് അവർക്കറിയില്ല. ഈ ഒരേ ഒരു കാരണം കൊണ്ടാണ് ഇവരൊക്കെ കല്യാണം കഴിച്ച് പോകുമ്പോഴും ഈ അടിയും തല്ലും വെട്ടും കുത്തും കണ്ണീരും പ്രാരാബ്ദമൊക്കെ ആയിട്ട് ഇവരിയ്ക്കുന്നു. കാരണം അവരുടെ വീട്ടിലെ അമ്മമാരൊന്നും അവരെ അപ്രകാരം പഠിപ്പിച്ച് വിട്ടിട്ടില്ല. അതുകൊണ്ട് അവർ പോകുന്ന വീട്ടിലുള്ളവർ എങ്ങനെയാണെന്നുള്ളത് അവർക്കറിയില്ലല്ലോ. അപ്പോൾ എല്ലാത്തിനും സജ്ജമായി നിന്നാൽ മാത്രമേ ഇന്നത്തെ കാലത്ത് പിടിച്ച് നിൽക്കാൻ കഴിയുള്ളൂ. അപ്പോൾ രാജാവിൻ്റെ മകളെ പോലെ, അതായത് രാജകുമാരിയെ പോലെയാണ് എല്ലാ മാതാപിതാക്കളും അവരുടെ പെൺമക്കളെ എടുത്ത് വളർത്തുന്നത്. പക്ഷേ അവർ കല്യാണം കഴിച്ച് പോകുന്ന വീട് എങ്ങനെയാണെന്നുള്ളത് അതവിടെ ചെല്ലുമ്പോഴല്ലേ അറിയത്തുള്ളൂ. അപ്പോൾ എന്ന് പറയുന്ന ഒരു മനോഭാവമാണ് ഇപ്പോൾ നടി നിഖില വിമലിന് ഉള്ളത്. പിന്നെ അവർ സിനിമാ നടിയാണ്, ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുന്നുണ്ട്. അവർക്കിനിപ്പോൾ കല്യാണം കഴിച്ചാലും അവർക്ക് ഈ പറഞ്ഞ പോലെ ഭക്ഷണമൊന്നും വെക്കേണ്ട ആവശ്യം വരില്ല. എന്നാലും ഒരു ഭർത്താവ് ഭാര്യയിൽ നിന്ന് പല കാര്യങ്ങളും പ്രതീക്ഷിക്കുന്നുണ്ട്. ആ പ്രതീക്ഷിക്കുന്ന പല കാര്യങ്ങളും ഏറ്റവും നല്ല ഒരു കാര്യമാണ് അടിപൊളി ഭക്ഷണം വെക്കുക എന്നുള്ളത്. കാരണം ഭാര്യയുടെ കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് ഏതൊരു ഭർത്താവിൻ്റെയും ആഗ്രഹമാണ്. അതുകൊണ്ട് ഇതൊക്കെ വിവാഹം കഴിച്ചതിന് ശേഷമേ അതിൻ്റെ അവസ്ഥകൾ മനസ്സിലാകുകയുള്ളൂ. അതുവരെ ഇതിങ്ങനെ മുന്നോട്ട് പോകും. ഇല്ല, പുരോഗമനവാദ കാഴ്ചപ്പാട് പ്രകാരമുള്ള ഫാസ്റ്റ് ഫുഡിൻ്റെ ആരാധകരാണ്, അല്ലെങ്കിൽ ഫാസ്റ്റ് ഫുഡിനെ അന്ധമായി ആരാധിക്കുന്ന, റെഡിമെയ്ഡ് ഫുഡിനെ അന്ധമായി ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ് കല്യാണം കഴിക്കുന്നതെന്ന് വരികിൽ ഇതൊന്നും പ്രശ്നമല്ല. ഭക്ഷണം ഉണ്ടാക്കേണ്ട ഒരു ആവശ്യമില്ല, ഭക്ഷണം എങ്ങനെ ഉണ്ടാക്കുന്നുള്ളത് അറിയേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ട്. ഇന്നത്തെ കാലത്തെ ഭൂരിപക്ഷം പേരും കഴിയുന്നതും പണിയെടുക്കാതെ ശരീരം അനക്കാതെ ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഭക്ഷണം ഉണ്ടാക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു കൈപ്പുണ്യമാണ്, അതെല്ലാവർക്കും പറ്റില്ല. അതാണ് അതിൻ്റെ അകത്ത് ഏറ്റവും വലിയ ആർത്തി.